ചേലാമറ്റം ക്ഷേത്രത്തോട് ചേർന്നുള്ള ശ്രീ പുഴക്കരക്കാവ് വടക്കൻ ഭഗവതി ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളിലോട്ട് പോവാം. ഭക്തിയും വിശ്വാസവും പ്രകൃതിയും ഇഴചേരുന്ന ഇടമാണ് ചേലാമറ്റം ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള ശ്രീ പുഴക്കരക്കാവ് വടക്കൻ ചൊവ്വ ഭഗവതി ക്ഷേത്രം. പുഴക്കരക്കാവ് ദേവസ്വം ട്രസ്റ്റിന് കീഴിലാണ് ക്ഷേത്രമുള്ളത്. പൂർണ്ണ നദിക്കരയിൽ വടക്ക് ദർശനമായിരിക്കുന്ന ഉഗ്രമൂർത്തിയായ ശിവനും കൊല്ലൂർ മൂകാംബിക ദേവിയുടെ തേജസ് ആവാഹിച്ച ഭദ്രകാളിയും ഉഗ്രസ്വരൂപിണിയായ ചാമുണ്ടേശ്വരിയുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ. ഇത് പുഴക്കരക്കാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലി കുടുംബാംഗങ്ങളുടെ ക്ഷേത്രമായിരുന്നു. അപ്പോൾ പണ്ട് കാലത്ത് ഈ കുടുംബത്തിലെ കാരണവന്മാർ എന്താ പറയുക, മൂകാംബികയെ പോയി ഭജനമൊക്കെ ആയിരുന്നു അവിടുന്ന് ആവാഹിച്ചു കൊണ്ടുവന്ന് ഇവിടുത്തെ തറവാട്ടിലെ അറയിൽ വെച്ച് പൂജിച്ച ദൈവമാണ് ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ, അതായത് ഭദ്രകാളി. ഈ ഭദ്രകാളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രൗദ്രം കൂടുതലുള്ള ഭദ്രകാളിയാണ് നമുക്കുള്ളത്. ഭദ്രകാളിക്ക് പല വേർഷൻസ് ഉണ്ട്. അപ്പോൾ അതിലേറ്റവും കൂടുതൽ രൗദ്രം കൂടുതലുള്ളതും ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് ഏറ്റവും കൂടുതൽ സവിശേഷതയാർന്നതായിട്ടുള്ളൊരു ദേവിയാണ് നമ്മുടെ ഭദ്രകാളി. പിന്നെ പൂർണ്ണ നദിക്കരയോട് ചേർന്ന് കൗളമാർഗത്തിൽ, അതായത് മൂകാംബികയിലെ കുടജാദ്രിയിൽ നടക്കുന്ന അതേ രീതിയിൽ ശാക്തേ വിധിപ്രകാരം കൗളമാർഗത്തിലാണ് ഇവിടുത്തെ ഒരു പ്രത്യേക പൂജ, അതായത് വലിയ ഗുരുതി എന്ന് പറയും, അല്ലെങ്കിൽ കലശം, അത് നടക്കുന്നത്. ശാക്തേ വിധിപ്രകാരം മൂകാംബികകളിൽ, കൊല്ലൂർ, കുടജാദ്രികളിലൊക്കെ നടത്തുന്നത് പോലെ ഉള്ള ഒരു പൂജയാണ് ആ സംഭവം. അത് നമുക്ക് കൂടുതലായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഇത് കുടുംബക്ഷേത്രത്തിലെ ആൾക്കാർ, അതായത് കുടുംബത്തിലെ അംഗങ്ങൾ തന്നെയാണ് നമ്മളിവിടെ പൂജ ചെയ്യുന്നത്. ഇത് ആദ്യമൊക്കെ തിരുമേനിമാർ പൂജ ചെയ്തിരുന്നു. പക്ഷേ എങ്കിലും അതിൻ്റെ എന്താ പറയുക, ആസ്ട്രോളജി പ്രകാരം നമ്മൾ നോക്കിയപ്പോൾ, താമ്പൂല പ്രശ്നമൊക്കെ വെച്ച് നോക്കിയപ്പോൾ അമ്മയ്ക്കിഷ്ടം, അതായത് നമ്മുടെ ദേവിക്കിഷ്ടം അമ്മയുടെ മക്കൾ തന്നെ ദേവിയെ സേവിക്കുന്നതാണ്. അങ്ങനെയാണ് കുടുംബത്തിലെ അംഗങ്ങൾ തന്നെ ഇവിടെ പൂജ തുടങ്ങിയത്. പിന്നെ ഇവിടെ ശിവൻ്റെ പ്രതിഷ്ഠയുണ്ട്. ഈ ശിവൻ്റെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പണ്ട് കാലത്ത് കുടുംബങ്ങളിലൊക്കെ തറവാടുകളിൽ പതി എന്ന് പറഞ്ഞൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. പതി എന്ന് പറഞ്ഞ സമ്പ്രദായം ഉള്ളവർക്ക് അറിയും. പണ്ടത്തെ കാരണവന്മാരെ തറവാട്ടിൽ അങ്ങനെയുള്ള കുറച്ച് ആചാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അത് പലതും പല സാഹചര്യങ്ങളും കൊണ്ടും പറ്റുന്നില്ല. അപ്പം നമ്മുടെ ഈ ചേലാമറ്റം അമ്പലത്തിൽ വന്ന് ബലിയിട്ട് കഴിഞ്ഞാൽ ഇവിടെ വന്ന് ആ പിതൃക്കൾക്ക് വേണ്ടിയുള്ള പൂജയും കാര്യങ്ങളും ഈ ശിവൻ്റെ നടക്ക് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല ശാന്തിയും സമാധാനവും ലഭിക്കും. കൂടുതലൊന്നും കൂടി ചോദിച്ചാൽ, ബലിതർപ്പണാദികൾക്ക് ശേഷം അതെ, അതായത് നമ്മൾ കുടുംബത്തിലോട്ട് വരുന്ന ഒരു ഐശ്വര്യം ഇവിടെ വന്ന് ചെയ്തു കഴിഞ്ഞാൽ കിട്ടും എന്നുള്ളൊരു, തീർച്ചയായും. അതായത് നമ്മളിവിടെ വന്ന് ആരോടും നമ്മളിവിടെ വന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചവരാണ് നമ്മളോട് പറയുന്നത്, ഇങ്ങനെ വന്ന് ഇവിടെ ചെയ്തപ്പോൾ ഇന്ന കാര്യങ്ങൾ നടന്നു, ഞങ്ങൾക്ക് ഉദ്ദിഷ്ടകാര്യസിദ്ധി. അതിനുള്ള മെയിൻ പൂജയാണ്. മറ്റ് കേരളത്തിലെ മറ്റ് അമ്പലങ്ങളിലൊന്നും ഇല്ലാതെ, ഇപ്പം അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ഇവിടെ മാത്രമാണ് ഇപ്പം അങ്ങനെ ഒരു പ്രത്യേകതയുള്ള പൂജ നടക്കുന്നത്. അതും കൗളമാർഗ പ്രകാരമാണ് പൂജ നടക്കുന്നത്. എല്ലാ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 11:30 ശേഷമാണ് ആ പൂജ നടക്കുന്നത്. എല്ലാ ക്ഷേത്രങ്ങളും രാവിലെ നടക്കുമ്പോൾ നമ്മുടെ ഇവിടെ 11:30 ശേഷമാണ് ആ പൂജ നടക്കുന്നത്. മറ്റ് സവിശേഷതകളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറുപ്പന്മാരുണ്ട്. അതായത് പണ്ട് തറവാടുകളിൽ വെച്ചാരാധന ചെയ്തിരുന്നവരാണ് കുറുപ്പന്മാർ. ചാമുണ്ടേശ്വരി, ഭദ്രകാളി, ശിവൻ, ഇങ്ങനെയുള്ള സർപ്പം, അങ്ങനെയുള്ള പ്രതിഷ്ഠകളാണ് നമുക്കിവിടെ ഉള്ളത്. ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് പുറസ്ഥലങ്ങളിൽ നിന്ന്, അതായത് നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഈ എറണാകുളം ജില്ല വിട്ടിട്ടുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്നത്. ഈ അമ്പലത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ് ആത്മാവ്. ആത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആല്, മാവ്, പ്ലാവ്, ഈ മൂന്നും കൂടിയുള്ള മരമാണ്, മീൻസ് വൃക്ഷമാണ് ഇവിടെ നിൽക്കുന്നത്. ഇത് ഈ അമ്പലത്തിൻ്റെ എൻട്രൻസിലൂടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം. അത് പിന്നെ കയറി ചെല്ലുമ്പോൾ സർപ്പമുണ്ട്. നമ്മുടെ ഇവിടെ സർപ്പത്തിൻ്റെ ഏറ്റവും വലിയ വിശേഷാൽ പൂജയായ കാളസർപ്പദോഷ പരിഹാര പൂജയുണ്ട്. അതായത് ജാതകവശാലുള്ള കാളസർപ്പ പരിഹാരം, അതായത് പല പ്രശ്നങ്ങൾ, ജോലിയിൽ, കല്യാണത്തിനൊക്കെ നോക്കുമ്പോൾ ജാതകം നോക്കുന്നവർക്ക്, അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങൾ ഓരോന്നും നടക്കാതെ വരുമ്പോൾ ആസ്ട്രോളജി കാണുന്ന സമയത്ത് അവർ പറയും ഇങ്ങനെ ഒരു പ്രശ്നം നിങ്ങളുടെ ജാതകത്തിലുണ്ട്. അതിനുള്ള വിശേഷാൽ പൂജ ഇവിടെ വെള്ളിയാഴ്ചകളിൽ രാഹുകാല സമയത്ത് ഇവിടെ നടത്തിക്കൊടുന്നുണ്ട്. അതായത് സർപ്പങ്ങളുടെ പലതരത്തിലുള്ള ദോഷം, അതിൻ്റെ ഏറ്റവും ഇതിലുള്ളതാണ് ദോഷങ്ങളാണ് ഈ കാളസർപ്പ ദോഷം എന്ന് പറയുന്നത്. അതിൻ്റെ വിശേഷാൽ പൂജ നമ്മളെല്ലാ വെള്ളിയാഴ്ചകളിലും രാഹുകാല സമയത്ത് ഇവിടെ നടത്തുന്നുണ്ട്. അതിൻ്റെ ഫലപ്രാപ്തി ഇവിടെ ജനം വന്ന് പറയാറുണ്ട് എന്ന് ഞങ്ങൾ കേൾക്കുന്നുണ്ട്. നമ്മളെക്കാളിലും പുറത്തുനിന്നുള്ള ആൾക്കാർ വന്നിട്ടാണ് നമ്മളോട്, ജാതി മതഭേദമന്യേ എല്ലാ ആൾക്കാരും ഇവിടെ വന്ന് വഴിപാടുകൾ ചെയ്യാറുണ്ട്. അതിന് ഹിന്ദുക്കൾ മാത്രം എന്നുള്ളൊരിതില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ പൂർണ്ണ നദിക്കരയുടെ തീരത്താണ്. അതായത് നമ്മുടെ ചേലാമറ്റത്തിന് വേറൊരു പേരും കൂടിയുണ്ട്, ദക്ഷിണകാശി. അതായത് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടൊഴുകുന്ന പൂർണ്ണ നദിക്കരയുടെ തീരത്ത് രൗദ്രഭാവത്തോടു കൂടി സ്ഥിതി ചെയ്യുന്ന
ശിവനാണ് നമ്മുടെ ശിവൻ്റെ ഈ പ്രതിഷ്ഠയുടെ മുകളിലായിട്ട് മുരുടേശ്വറിലെ ശിവനോട് സാമ്യമുള്ള ഒരു ശില്പം തന്നെയുണ്ട്. അത് നിങ്ങൾക്ക് പൂർണ്ണ നദിക്കരയുടെ തീരത്ത് നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. നദിയുടെ കരയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. ചെലാമറ്റത്ത് വന്നിരുന്ന എല്ലാവർക്കും ഈ ശില്പം കാണാവുന്നതാണ്. തികച്ചും പ്രകൃതിരമണീയമായ ഈ ക്ഷേത്ര സന്നിധിയിൽ ഭക്തിയും പ്രകൃതിയും ഒന്നിക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് പ്രണവ് ബാലനോടൊപ്പം ഇൻ റിപ്പോർട്ടർ അനൂപ്.